നമസ്കാരം. എൻ്റെ പീഡനം ഇങ്ങനെയല്ല എന്ന് മുകേഷ് പറഞ്ഞു നടക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹം MLA സ്ഥാനം രാജിവെക്കേണ്ട ഒരാവശ്യവുമില്ല. സിനിമാ മേഖലയുടെ ഉള്ളുകള്ളികളെല്ലാം അറിയാവുന്ന കലാപാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്നുള്ള ആള് എന്ന നിലയ്ക്ക് സിനിമയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് ഈ വലിയ മിടുക്കനെ മാറ്റി നിർത്താനുള്ള സർക്കാർ നീക്കവും ഉപേക്ഷിക്കണം. പക്ഷേ മനസ്സിലാകാത്ത ഏക കാര്യം CPMൻ്റെ MLA ആയതിനാൽ ആർക്കും എന്തും പറയാമല്ലോ എന്ന മുകേഷിൻ്റെ അരുളപ്പാടാണ്. പിന്നെയുമുണ്ട് ചില വെളിപാടുകൾ. 6 വർഷം മുമ്പ് നടന്നതായി പറയുന്ന പീഡന ശ്രമം ഇപ്പോൾ കൊണ്ടുവരുന്നത് ബാലിശമാണത്രേ. കാടത്തത്തെ ബാലിശമായി കാണുന്ന ഈ മാനസിക വൈകല്യത്തെ ബാലാരിഷ്ടതയായി കാണാൻ അതനുഭവിച്ചവർക്ക് കഴിയില്ലല്ലോ. മുകേഷ്, താങ്കൾ ഒരു ജനപ്രതിനിധിയാണ്. താങ്കൾക്ക് എത്ര പരിശ്രമിച്ചാലും പറ്റില്ല എന്നറിയാമെങ്കിലും വർത്തമാനത്തിൽ കുറച്ചുകൂടെ മര്യാദയും പെരുമാറ്റത്തിൽ കുറച്ചുകൂടെ അന്തസ്സും നാട്ടുകാർ പ്രതീക്ഷിക്കും. സത്യത്തിൽ താങ്കൾ അവകാശപ്പെടുന്നത് പോലെ താങ്കൾ ഒരു CPM MLA ആയിട്ടല്ല പെരുമാറുന്നത്. ഒരു CPM MLAയ്ക്കും ഇത്ര പരസ്യമായി ജനങ്ങളുടെ മുഖത്ത് നോക്കി പൊള്ളത്തരം പുലമ്പാനാവില്ല. ഒരു CPM MLAയ്ക്കും ഇത്രയ്ക്ക് അഭിനയശേഷി ഉണ്ടാവില്ല. തോന്നിയാസം കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് സമ്മതിക്കണം. അല്ലാതെ അതിൻ്റെ വർഷവും തീയതിയും ഗ്രഹനിലയും രാശിയും അന്നിട്ടിരുന്ന കുപ്പായത്തിൻ്റെ നിറവും നോക്കിയിട്ടല്ല അതിൻ്റെ പ്രാധാന്യം അളക്കുന്നത്. താങ്കൾക്കെതിരായ പീഡന പരാതികൾ ഒന്നൊന്നായി ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നറിയാമല്ലോ. ദിലീപ് പിടിക്കപ്പെട്ടപ്പോൾ അനാവശ്യം പറയരുത് എന്ന് പറഞ്ഞ് അമിതാവേശം കാണിച്ചതും ആടിനെ പട്ടിയാക്കി പിന്നെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടി നടക്കില്ല എന്ന് ദിലീപിന് വേണ്ടി KB ഗണേശകുമാരൻ ആക്രോശിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു കൊടുത്തതും ഒക്കെ ഇത്തരം വേലത്തരങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരുന്നു എന്ന് നാട്ടുകാർ അല്പം വൈകിപ്പോയി. പീഡകനായിട്ടും CPMകാരനാണെന്ന് അഭിമാനിക്കുന്നത് കൊണ്ട് മുകേഷിനെ രാജിവെക്കേണ്ടി വരില്ല. പാർട്ടിയുടെ സ്ഥിരം പീഡന പരാതി പരിഹാര കമ്മീഷൻ ചെയർമാനായ AK ബാലൻ്റെ ബാലിശമായ ചോദ്യങ്ങളെ നേരിട്ടാൽ മാത്രം മതിയാകും. ഇക്കുറി ശ്രീമതി ടീച്ചർക്ക് പുറമെ PK ശശി കൂടി കമ്മീഷൻ അംഗമായി കണ്ടേക്കും. അതിൽ ബേജാറാവേണ്ടതില്ല. അവർ തീവ്രത മാത്രമേ പരിശോധിക്കൂ. അതിൻ്റെ തോത് കണ്ടെത്തിയ ഒരു സർട്ടിഫിക്കറ്റും തരും. അത്രയേയുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് കൊല്ലത്തുകാരെ കാണിച്ചാൽ അടുത്ത തെരഞ്ഞെടുപ്പിലെങ്കിലും കൊല്ലത്തുകാർ രക്ഷപ്പെടും. എത്രയും പെരിയ ബഹുമാനപ്പെട്ട മുകേഷ് കുമാർ MLA സാറേ, ഇത് കാലം വേറെയാണ്. ഇത്തരം വിഷയങ്ങളിൽ മാധ്യമങ്ങൾക്ക് നിങ്ങൾ പറയുന്നത് പോലെ പ്രത്യേക അജണ്ടയോ ഗൂഢാലോചനയോ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളെയും MLA ആക്കിയ സോളാർ വിവാദകാലം ഓർമ്മയില്ലേ? അക്കാലത്ത് നടത്തിയ രാപ്പകൽ സമരവും സെക്രട്ടേറിയറ്റ് ഉപരോധവുമൊക്കെ ഓർമ്മയില്ലേ? അന്ന് മുകേഷ് സാറിനെ ആ പരിസരത്തൊന്നും കണ്ടില്ലെങ്കിലും ആ 3 രാപ്പകലുകൾ നിങ്ങളുടെ സഖാക്കൾക്കൊപ്പം ഉണ്ണാതെ ഉറങ്ങാതെ നടന്ന മാധ്യമപ്രവർത്തകരെക്കുറിച്ച് അറിയാതിരിക്കില്ലല്ലോ. അതും CPMനെതിരെയുള്ള ഗൂഢാലോചനയാണ് എന്ന് താങ്കൾ പറയുമോ? സ്വന്തം കാര്യം വാർത്തയാകുമ്പോൾ മാത്രം CPM ലേബലെടുത്ത് തലേ കെട്ടുന്ന ആ പഴയ കളരി തന്ത്രം ഇനി യേശില്ല സാറേ. ആ ചുരികത്തലപ്പൊക്കെ തുരുമ്പെടുത്ത് ദ്രവിച്ചു പോയിരിക്കുന്നു. ബാലിശ സഖാവേ, തോന്നിയാസം കാണിക്കുന്നത് ആരാണെങ്കിലും ഏത് പാർട്ടിക്കാരനാണെങ്കിലും ബിഷപ്പായാലും സന്യാസിയായാലും മുല്ലാക്കയായാലും അത് വാർത്തയാകും. അതിൽ കുടുങ്ങുന്നത് താങ്കളെപ്പോലെ ഒരു MLA കൂടിയാകുമ്പോൾ കൂടുതൽ വാർത്തയാകും. ഇനി ഇത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ധാർമ്മികത അല്പമെങ്കിലും എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ആ MLA സ്ഥാനം അങ്ങ് രാജിവെച്ചേക്കുക. എന്നിട്ട് മര്യാദയ്ക്ക് നിയമ നടപടി നേരിടുക. അത്ര തന്നെ. അല്ലാതെ അന്ന് പീഡിപ്പിച്ച ആ പാർട്ടിയിലെ MLA രാജിവെച്ചോ മറ്റേ പാർട്ടിയിലെ MP രാജിവെച്ചോ തുടങ്ങിയ അല്പത്തങ്ങളിൽ കയറുകെട്ടി ഊഞ്ഞാലാടി കളിക്കരുത്.